മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കാവിക്കൊടിയേന്തിയ ഭാരതാംബക്ക് മുമ്പിൽ ആർ ശ്രീലേഖ കൂപ്പുകൈകളോടുകൂടി പ്രാർത്ഥനകളോടുകൂടിയിട്ട് അവരുടെ ഓഫീസ് തുറന്നിരിക്കുന്നു. ഇത് ഈ ഒരു വാർത്ത കണ്ടത് മുതൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നു. ഈ ഓഫീസ് തുറന്നു, വിവാദങ്ങൾ കഴിഞ്ഞു, വിവാദങ്ങൾ കെട്ടടങ്ങിയെന്ന് ആർ ശ്രീലേഖയെ അറിയുന്ന ആളുകൾക്കറിയാം. ഇനി വരാൻ പോകുന്നതാണ് കൊടുങ്കാറ്റ്. ഈ നടന്നത് കാറ്റ് മാത്രമാണ് എന്നുള്ളത് അത് വ്യക്തമാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനകളോട് കൂടിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു പോസ്റ്റുമായിട്ട് ആർ ശ്രീലേഖ രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്: എൻ്റെ ഇത്തിരി പോകുന്ന കുഞ്ഞു ഓഫീസ് മുറി കഷ്ടിച്ച് 70-75 സ്ക്വയർ ഫീറ്റ്, പക്ഷെ ചുറ്റിനും ടൺ കണക്കിന് വേസ്റ്റ്. അത് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തതിൽ ഒരു വീഡിയോയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. ഇത് എൻ്റെ ഓഫീസിൻ്റെ ഒരു വശത്തെ ജനലാണ്. അതിൻ്റെ താഴെ ഈ കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, മാലിന്യം ഒക്കെയാണ്. ഇത് മുഴുവൻ ഇതെൻ്റെ ചെറിയ മുറിയാണ് ഓഫീസ്. പക്ഷേ എൻ്റെ ഓഫീസിൻ്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ്. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അടുക്കിയപ്പോൾ എൻ്റെ ഈ ഓഫീസ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എൻ്റെ ഓഫീസ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുടിസുമുറി എന്ന് പറയുന്ന ഓഫീസ്. അതിൻ്റെ പുറകിലങ്ങ് അറ്റം വരെ മാലിന്യം കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ 2 വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബ് എന്ന് പറഞ്ഞ് ലയൺസ് ക്ലബ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന സാധനമാണ്. മദ്യക്കുപ്പികൾ വരെയാണ് എൻ്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇതിനു മുമ്പ് കോർപ്പറേഷൻ ഭരിച്ചിരുന്നവര് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് ദിനം പ്രതി കൃത്യമായി തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ആർ ശ്രീലേഖ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് VK പ്രശാന്ത് ചെയ്യുന്നത് നെറുകേടാണ്. VK പ്രശാന്ത് യഥാർത്ഥത്തിൽ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടാണ് കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ കൗൺസിലർക്ക് പോലും ഇരിക്കാൻ സൗകര്യമില്ലാത്ത രീതിയിൽ MLA ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൗൺസിലറുടെ ഫയലുകൾ, കൗൺസിലർ ഓഫീസുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഫയലുകൾ ടോയ്ലറ്റുകളിലാണ് വെക്കുന്നത് എന്ന് കേരള പൊതുസമൂഹത്തെ കൃത്യമായിട്ട് ആർ ശ്രീലേഖ കൃത്യമായിട്ട് അങ്ങ് തുറന്ന് കാണിച്ചു കൊടുത്തതാ. അതിന് ആർ ശ്രീലേഖയ്ക്ക് വളരെ വലിയ രീതിയിൽ കയ്യടികളാണ് കേരള പൊതുസമൂഹത്തിൽ ബോധമുള്ള മലയാളികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം അവരെ വേട്ടയാടലുമായിട്ട് സകല മോദി വിരുദ്ധരും BJP വിരുദ്ധരും വലിയ രീതിയിൽ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു മറ്റൊരു യാഥാർത്ഥ്യമാണ്. ആർ ശ്രീലേഖ അഹങ്കാരിയാണ്, ആർ ശ്രീലേഖ അങ്ങനെയാണ്, IPS വീണുപോയിട്ടില്ല എന്നൊക്കെയാണ് നിരന്തരം വിളിച്ചു പറയുന്നത്. എന്ത് ഇവരിങ്ങനെ പ്രതികരിക്കുന്ന ഒരൊറ്റ കാര്യം, VK പ്രശാന്തിന്റെയൊക്കെ കള്ളത്തരങ്ങള്, ജനങ്ങളുടെ ഫയലുകൾ പോലും ഇടതുപക്ഷം ടോയ്ലറ്റിലാണ് വെക്കുന്നത് എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിലെ ആ മുറുമുറുപ്പ ആർ ശ്രീലേഖയ്ക്കെതിരെ എന്തൊക്കെ തരത്തിലാ ഇവിടെ പ്രചരണം നടക്കുന്നത്. അത്തരം പ്രചരിപ്പിക്കുന്ന സകല ആളുകളോട് പറയാറുള്ളത്, കേരളത്തിന്റെ പൊതുസമൂഹം ബോധമുള്ള ഓരോ മലയാളിയും ആർ ശ്രീലേഖയെ ഹൃദയത്തിലേറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ഇത്തരക്കാർക്ക് വേണ്ട. കാരണം പൊതുപണം പൊതുജനത്തിന് വേണ്ടിയാ, അല്ലാതെ ഒരു MLAക്കോ തോന്നിയതുപോലെ ഉപയോഗിക്കാനല്ല. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. MLA ഹോസ്റ്റല് ഈ VK പ്രശാന്തിന്റെ മണ്ഡലത്തിലല്ലേ? ഈ MLA ഹോസ്റ്റലിൽ നഗരഹൃദയത്തിലാണ് ഈ MLA ഹോസ്റ്റൽ എന്ന് പറയുന്നത്. MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കില് 31-32 ഓഫീസ് മുറികള് ഈ പറയുന്ന VK പ്രശാന്തിന്റെ പേരിൽ മുന്നോട്ട് പോവുക. സകല സൗകര്യങ്ങളുള്ള പാർക്കിംഗ് സൗകര്യം, സകല സൗകര്യങ്ങളുമുള്ള ഓഫീസ് മുന്നോട്ട് പോവുക. അതവിടെ നിൽക്കെ തന്നെയാണ് ഈ കോർപ്പറേഷൻ കെട്ടിടത്തില് കൗൺസിലർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ഈ പറയുന്ന MLA കയറി ഇരുന്നിട്ട് ഞാൻ വാടക അടയ്ക്കുന്നുണ്ട് എന്ന്. ഇതിനെതിരെ ഇതിനു മുമ്പുള്ള കൗൺസിലർമാർ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ VK പ്രശാന്തൊക്കെ തിരുവനന്തപുരത്തെ അടക്കി വരിക്കല്ലേ സർക്കാർ അവരുടേത്, ഈ പറയുന്ന കോർപ്പറേഷൻ അവരുടേത്. കാലം മാറി, ഭരണം മാറി, കരുത്തര് വന്നു തിരുവനന്തപുരത്ത്. ആർ ശ്രീലേഖ കരുത്തയാണ് എന്ന് ആദ്യ ദിനങ്ങളിൽ തന്നെ കേരള പൊതുസമൂഹത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു. ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ആർ ശ്രീലേഖ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു. അതുകൊണ്ടാണ് ആർ ശ്രീലേഖയ്ക്ക് വേണ്ടി കൈയടിക്കുന്നത്. എത്ര നെറുകടി വാടക കൊടുത്തു, അതുകൊണ്ട് മുടന്തൻ ന്യായങ്ങൾക്കപ്പുറം
ഈ വാടകയൊക്കെ കൊടുക്കാനും സൗകര്യമൊക്കെ ആര് തന്നതാ? നിങ്ങൾ ഭരിക്കുന്ന നിങ്ങളുടെ കോർപ്പറേഷൻ നിങ്ങൾക്ക് തോന്നിയതുപോലെ ഒപ്പിട്ട് തന്നതല്ലേ, അല്ലാതെ മറ്റാരും തന്നതൊന്നുമല്ലല്ലോ. ഓരോ ആളുകൾ, ഒരു കൗൺസിലർ, അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ, ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളല്ലേ. ആ ഫയലുകൾ ടോയ്ലറ്റിന്റെ മുകളിലാണ് വെക്കുന്നത്. ഇതൊക്കെ തന്നെ കേരള പൊതുസമൂഹം അങ്ങ് കണ്ടിട്ടുള്ളത് ആർ ശ്രീലേഖയുടെ നീക്കത്തിലൂടെയാ. അതിന് കൃത്യമായിട്ട് ബോധമുള്ളവർ കൈയടിക്കുന്നുണ്ട്. BJP വിരുദ്ധര് ശക്തമായിട്ട് ഇവർക്കെതിരെ പ്രതികരണങ്ങളും തോന്നിയതുപോലെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിട്ട് തോന്നിയതുപോലെ ഇവർക്ക് നേരെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ആർ ശ്രീലേഖയ്ക്ക് നേരെ BJP വിരുദ്ധര് പ്രചരണം നടത്തുക. അതേസമയം ബോധമുള്ള BJP-ക്കാർ മാത്രമൊന്നുമല്ല, ബോധമുള്ള കേരളത്തിലെ സകല മലയാളികളും ഒരേ രീതിയിൽ ആർ ശ്രീലേഖയ്ക്ക് കൈയടിക്കുക. ഇപ്പോ കൊടുത്തിട്ടുള്ള ഓഫീസ് മുറി, അതുമായി ബന്ധപ്പെട്ട അതിന്റെ വേസ്റ്റ്, ഫുള്ള് തട്ടിപ്പായിട്ടുള്ള ഒരു കൈ പറയുന്ന കോർപ്പറേഷൻ കെട്ടിടം അവർക്ക് കൊടുത്ത ഓഫീസിന്റെ പുറത്തൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ, അതായത് പ്രധാനപ്പെട്ട ഔദ്യോഗിക ഒരു സ്ഥലത്ത് ഇത്രത്തോളം വേസ്റ്റ് ആണെങ്കിൽ നഗരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു നഗരത്തിന്റെ ഇത്രയും ഒന്നിനും കൊള്ളാത്ത ആളുകൾ ഇന്നലകളിൽ കോർപ്പറേഷൻ ഭരിച്ചത് കൊണ്ടല്ലേ ഒരു കൗൺസിലറുടെ ഓഫീസിന് ചുറ്റും വേസ്റ്റ്? എത്ര അട്ടർ സംവിധാനമാണ്, എത്ര അട്ടർ വേസ്റ്റ് ആണ് ഈ കഴിഞ്ഞ കാലം വരെ ഈ കോർപ്പറേഷൻ ഭരിച്ച ആളുകൾ. കൊടുത്ത ആ റൂമുണ്ടല്ലോ, ആ റൂമിന് ചുറ്റും വേസ്റ്റ് ആണെന്നും കൃത്യമായിട്ട് ആർ ശ്രീലേഖ മുന്നോട്ട് വെച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്ത് മുന്നോട്ട് വെക്കാനുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? ആർ ശ്രീലേഖയുടെ ഓഫീസ് തുറന്ന സമയത്ത്, ഉദ്ഘാടന സമയത്ത് കാവിക്കൊടിയേന്തിയ ഭാരതാംബക്ക് മുമ്പില പ്രാർത്ഥന നടത്തി. നമുക്കറിയാം, ഗവർണറൊക്കെ ആയി ബന്ധപ്പെട്ടതിനു മുമ്പും കേരളത്തില് സകല പ്രമുഖ മാധ്യമങ്ങളും വലിയ കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണവും വലിയ ബഹളവും വലിയ പ്രതിഷേധമൊക്കെ ആയിരുന്നു. അന്നും നമ്മുടെ ചാനലിലൂടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, അധികം വൈകാതെ സകല സ്ഥലങ്ങളിലും അധികാര കേന്ദ്രങ്ങൾ, അത് നിയമസഭ ഉൾപ്പെടെ കൃത്യമായിട്ട് കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രങ്ങൾ വരുമെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചത്. അധികം വൈകാതെ കേരളത്തിലെ നാനാഭാഗങ്ങളിലും കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക തലങ്ങളിൽ കാണുമെന്നുള്ളതിലൊന്നും ഒരാൾക്കൊരു തർക്കവും വേണ്ട. അതിൻ്റെയൊക്കെ തുടക്കാണ് ഔദ്യോഗികമായിട്ട് കൗൺസിലറുടെ ഓഫീസ് ഉദ്ഘാടന ദിവസത്തിൽ ഭാരതാംബക്ക് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട്. എത്ര സുന്ദരമായ കാഴ്ചയാണ്, ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാഴ്ച തന്നെയല്ലേ അത്. ഇതൊക്കെ കേരളത്തിലെ സകല മോദി വിരുദ്ധര്, സകല ജിഹാദികള്, സകല സുഡാപ്പികള്, ഇവരൊക്കെ എങ്ങനെയാ സഹിക്കുക? ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. കൈകൊപ്പി നിൽക്കുന്നത് ആർ ശ്രീലേഖയാ. അതിന്റെ പിന്നാലെ പോയാല് അതിനേക്കാൾ വലിയ മുട്ടൻ പണി, മുട്ടൻ മറുപടി ഇതിന് കിട്ടുമെന്ന് അറിയുന്നത് കൊണ്ട് മീഡിയ വൺ പോലും ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആർ ശ്രീലേഖയ്ക്ക് വളരെ വലിയ രീതിയിൽ കരുത്തുറ്റൊരു സ്ത്രീയാണ് എന്നുള്ളതും, അതേപോലെ തന്നെ ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ വളരെ മികവ് കാണിക്കുമെന്നുള്ളതൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേയർ, അതായത് കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായ സ്ഥാനമാണ് പിടിക്കാൻ പോകുന്നത്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള മുന്നേറ്റങ്ങളും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബുദ്ധി ഉണ്ടെങ്കിൽ ഈ പറയുന്ന സകല മോദി വിരുദ്ധരോട് പറയാൻ, നിങ്ങൾ മിണ്ടാതെ നിന്നാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. നിങ്ങൾ എപ്പോൾ വായ തുറക്കുന്നോ, നിങ്ങൾ എങ്ങനെ ആർ ശ്രീലേഖയ്ക്കെതിരെ നിങ്ങൾ സംസാരിക്കുന്നോ, അത്രത്തോളം നിങ്ങൾ പടുകുഴിയിലേക്കാണ് വീഴാൻ പോകുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും വേണ്ട. ഭാരതാംബക്ക് മുമ്പിൽ പ്രാർത്ഥനകളോടുകൂടി തന്നെ ആർ ശ്രീലേഖ കൗൺസിലർ ഓഫീസൊക്കെ തുടങ്ങി മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് അഭിമാനം. ഇതൊക്കെ കേരളത്തിലെ സകല ജിഹാദികളുടെയും സകല BJP വിരുദ്ധരുടെയും മണ്ടയ്ക്ക് അടികൂടിയാണ് കിട്ടിയത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും വേണ്ട.